രാവിലെ ഈ തൂമ്പയൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്നല്ലേ? കുറച്ച് മഞ്ഞൾ പറിക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. ഈയിടെയായിട്ട് ഒരു DIY കണ്ടിരുന്നു. അതായത് ടെർമറിക്കും കൊണ്ട് നമുക്ക് നാച്ചുറൽ ഡൈ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ചെകഞ്ഞ് നമ്മൾ നോക്കുകയാണ് മഞ്ഞൾ എവിടെയാണെന്ന്. കാരണം ഇവിടെ നട്ടിരുന്നതാണ്, വേറെ ഒന്നുമല്ല. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു കുറച്ച് മഞ്ഞളുണ്ട്, ആവശ്യമുള്ളപ്പോൾ പറിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ടിങ് ഐഡിയ കത്തി. ഞാൻ അപ്പോൾ ഓടിപ്പോയി എന്തുകൊണ്ട് ഈ മഞ്ഞൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഈ ടെർമറിക് നമുക്ക് ക്ലോത്ത് ഡൈയിങ്ങിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. എപ്പോഴും ഓർക്കണേ, എല്ലാം ഒരു പരീക്ഷണം തന്നെ. അങ്ങനെ മണിക്കൂറുകളേറെ പരിശ്രമത്തിനിടയിൽ നമ്മൾ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരു ഹാൻഡ് ഫുൾ മഞ്ഞൾ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ വാഷ് ചെയ്ത് ഡൈ ചെയ്യാൻ റെഡിയാക്കാം. ചെടുപിടിയെന്ന് വെള്ളത്തിൻ്റെ അകത്തിട്ട് നമുക്ക് കഴുകി വാരാം. അങ്ങനെ കഴുകി വാരിയ മഞ്ഞൾ ദപ്പടപ്പടേന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്നു. ഇതൊരു 100 to 150 ഗ്രാം വരെ എടുക്കാം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡൈ ചെയ്യാൻ പോകുന്ന ഈ വൈറ്റ് ടീഷർട്ട്. ഈ വൈറ്റ് ടീഷർട്ട് നമ്മൾ മൊത്തം പുതിയ ഒരു ടീഷർട്ട് ആക്കിയെടുക്കും. സോ എനിക്ക് ഫുൾ ഇതിൻ്റെ അകത്ത് യെല്ലോ ഡൈ വേണ്ട. അതിനാലാണ് ഞാനിത് ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡിങ് പാറ്റേൺ ആണ് കാണിക്കുന്നത്. ധൃതിയൊന്നും കാണിക്കണ്ട. നിങ്ങൾ നീറ്റ്ലി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനെ അകത്തേക്ക് ചുറ്റുക. മമ്മ ഏതായാലും ഡൈ ചെയ്യുമല്ലേ, എന്നാൽ എന്റെ കുർത്തിയും കൂടി ഒന്ന് ഡൈ ചെയ്തു തന്നെ. പ്രതീക്ഷിക്കാതെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പുത്രിയുടെ കൽപ്പനയാണ്. അപ്പോൾ ഇത് ചുരുട്ടി ഒരു അട്ടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 റബ്ബർ ബാൻഡ് എടുത്ത് ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും ഈ റബ്ബർ ബാൻഡ് ഇടുക. ഇട്ടതിന് ശേഷം വെള്ളത്തിൻ്റെ അകത്തേക്ക് ടപ്പി ഇടുക. അതൊരു 10-15-20 മിനിറ്റ് നല്ല പോലെ അവിടെ കിടന്ന് അതങ്ങ് സോക്കാക്കട്ടെ. അപ്പോഴത്തേക്കിനും നമ്മുടെ പുത്രിയുടെ ഈ കുർത്തി, ഈ പഴഞ്ചിടാക്ക് കുർത്തി റെഡിയാക്കാം. മോളൂട്ടിയുടെ ഈ കുർത്തിയും ഞാൻ ഡയഗണൽ വൈസ് ആണ് ഫോൾഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ഈയിടെ ഞാൻ കണ്ട ഒരു ഹാക്കാണ്. ടെർമറിക്കും കൊണ്ട് നമുക്ക് ഡൈ ചെയ്യാമെന്ന്. സോ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ? നേരത്തെ ചെയ്തതുപോലെ തന്നെ ടീഷർട്ട് ഫോൾഡ് ചെയ്തതുപോലെ തന്നെ കുർത്തിയും ഞാൻ ഇൻവേർട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡ് എടുത്തിട്ട് സെക്യൂർ ആക്കി. ബിക്കോസ് ആ ഫോൾഡ് ഊരി പോകല്ലേ. അപ്പം നമ്മൾ സെക്യൂർ ആക്കിയതിന് ശേഷം അഗൈൻ വാട്ടറിൻ്റെ അകത്ത് നമ്മൾ 10 to 15 മിനിറ്റ്സ് അത് സോക്കാൻ ഇടുന്നു. അപ്പോൾ നമ്മുടെ ഡൈ ചെയ്യാനുള്ള 2 ഡ്രസ്സും അവിടെ കിടന്ന് മുങ്ങിക്കളിക്കട്ടെ. അപ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ മഞ്ഞൾ റെഡിയാക്കാം. ഞാൻ ഈ ഫ്രഷ് ടെർമറിക് എടുത്തതിൻ്റെ റീസൺ, ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ കണ്ടു. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നത് ഫ്രഷ് ടെർമറിക് എടുത്തു കഴിഞ്ഞാൽ കളർ ബ്ലെൻഡ് വരുന്നത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷേ ഇന്നത്തെ മഞ്ഞപ്പൊടിയെല്ലാം മായം ചേർത്തതായതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. സോ ഡിപ്പെൻഡ്സ് ഓൺ യു. അപ്പോൾ നിങ്ങളുടെ ടീഷർട്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര ടീഷർട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ഡ്രസ്സാണ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഒരു 100 to 150 ഗ്രാം മഞ്ഞൾ എടുത്തിട്ട് അതിൻ്റെ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യുക. ഞാനിവിടെ ചുരുണ്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുണ്ടിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ കൈ തന്നെ മഞ്ഞ കളറായിട്ട് മാറിയിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട്, മഞ്ഞളായതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഒന്നും ഇടുന്നില്ല. ഇനി എന്തെങ്കിലും പാൻറ്റും ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വൃത്തിയായി പൊക്കോട്ടെ എന്നോർത്ത് എൻ്റെ വിരലുകൾ ഞാൻ ഗ്ലൗസ് അണിയിച്ചില്ല. അപ്പോൾ കിച്ചണിലെ ഡോക്ടർ ആൻറ്റി റെഡി ആയിട്ടുണ്ട്. ചിരണ്ടി വെച്ചിരിക്കുന്ന മഞ്ഞൾ ചതച്ച് അവനെ ഒന്ന് ശരിയാക്കാനാണ്. അതിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ, എക്സ്ട്രാക്റ്റ് ആവുന്ന രീതിയിൽ വേണം ചതയ്ക്കാൻ. ആസ് യൂഷ്വൽ നമ്മൾ കറിക്കകത്ത് ഇഞ്ചിയൊക്കെ ചതച്ചിടുന്ന പോലെ. അപ്പം ഞാൻ അതിന് വേണ്ടി ഈ മോട്ടർ പെസ്റ്റ്, കാരണം എൻ്റെ കയ്യിൽ അമ്മിക്കല്ലില്ല. അമ്മിക്കല്ലുള്ളവർ അതിൻ്റെ അകത്ത് ഒരുപാട് അരയല്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക, ചതച്ചെടുത്താൽ മതി. കണ്ടോ? അപ്പം അങ്ങനെ ഞാൻ അവിടെ കിടന്ന് കഠിനമായി ചതച്ചോണ്ടിരിക്കുകയാണ്. മടുത്തു. അപ്പോൾ നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യാം നമ്മുടെ ചതയിലേക്ക്. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഡൈ ചെയ്യാനുള്ള പാത്രത്തിൽ വെള്ളം റെഡിയാക്കി വെക്കുക. ഡൈ ചെയ്യുന്ന പാത്രം എപ്പോഴും സെപ്പറേറ്റ് ആക്കി വെക്കുക. ബിക്കോസ് ഇത് കെമിക്കൽ ഡൈ ചിലപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വള്ളിയും പുള്ളിയും ഒക്കെ വന്നിരിക്കും. നമ്മളിവിടെ എടുക്കുന്ന ഡൈ നാച്ചുറൽ ആണെങ്കിലും ഏത് ക്ലോത്തിനാണെങ്കിലും നമ്മൾ ഡൈ ചെയ്യുമ്പം 2 ടേബിൾ സ്പൂൺ സോൾട്ട് മസ്റ്റാണ്.
അതിനുശേഷം ഇത് ഒരു മീഡിയം ഹീറ്റ് ആയി കഴിയുമ്പം ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മഞ്ഞൾ നമ്മൾ പാത്രത്തിലേക്ക് ഇടാൻ പോകുകയാണ്. എൻ്റെ പ്ലേറ്റ് കണ്ടിട്ട് എനിക്ക് സങ്കടം കണ്ടിട്ട് വയ്യ. ബിക്കോസ് ഈയിടെ മേടിച്ച പുതിയ പാത്രമാണ്, അത് നല്ല മഞ്ഞ നിറമായി ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ടാർഗറ്റ് ഡൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ മഞ്ഞൾ ഇടുക. മഞ്ഞൾ ഇട്ടതിന് ശേഷം അവർ പറഞ്ഞത് ഞാൻ കണ്ട അനുസരിച്ച് ഇത് നല്ലപോലെ തിളയ്ക്കണം. തിളയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അത് ഹീറ്റ് ചെയ്താലേ അതിൻ്റെ യെല്ലോ കളർ ഇറങ്ങത്തുള്ളൂ. നമ്മൾ മറ്റേ കെമിക്കൽ ഡൈ ചെയ്യുന്നത് പോലെയല്ല. കെമിക്കൽ ഡൈ ആകുമ്പോൾ നമുക്ക് നോർമലി ഒരു ചെറിയ ഹീറ്റ് വന്നു കഴിയുമ്പം നമുക്കതങ്ങോട്ട് പൗഡർ ഇട്ട് സൊല്യൂഷൻ ആക്കാം. പക്ഷേ ഈ കളർ അതിന് ഇറങ്ങണം. മഞ്ഞൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശക്കലം പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ആവശ്യത്തിന് ആ മഞ്ഞ നിറം പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും യൂട്ടിലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. കളറൊക്കെ നന്നായി ഒന്ന് ഇറങ്ങണം. ഒരു നല്ലൊരു കളർ വന്നതിന് ശേഷം ഞാൻ ഓർത്ത് ഇച്ചിരി ആ പൊങ്ങിക്കിടക്കുന്ന നമ്മളെ ചതച്ച ആ മഞ്ഞളുണ്ടല്ലോ അതൊന്ന് മാറ്റിയേക്കാന്ന് വെച്ചു. ബിക്കോസ് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ക്ലോത്ത് മുക്കുമ്പോൾ എങ്ങാനും ക്ലോത്തിൽ ഇത് പറ്റിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഒന്നും അല്ലായിരിക്കും ഡ്രസ്സിൽ വരുന്നത്. ഇത് അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരുന്നിട്ട് വേറെ പാറ്റേൺസ് ഒക്കെ വരും. പിന്നെ നിങ്ങൾ എന്നെ കുറ്റം പറയും, ചേച്ചി ഇങ്ങനെ കാണിച്ചെന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയും. സോ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഈ കഷ്ണമായിട്ടുള്ള ഈ സാധനം അത് കാരണം അതിനും മഞ്ഞ നിറം കണക്കാണ്. ഇപ്പം തന്നെ നമ്മുടെ വാട്ടർ നല്ല പോലെ ഒരു യെല്ലോ കളറായിട്ടുണ്ട് ഓൾറെഡി. മണം അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ പണ്ടല്ല ഇപ്പോഴും മഞ്ഞൾ പുഴുങ്ങുന്ന ആ ഫ്രഷ് സ്മെൽ ഓർക്കണം. നമ്മൾ ഈ ഇട്ടത് ചിക്കൻ പീസോ സാമ്പാറിൻ്റെ കഷ്ണങ്ങളോ ഒന്നുമല്ല പീസ്, നമ്മുടെ ടീഷർട്ടും മോളൂട്ടിയുടെ കുർത്തിയും കൂടെ ഡബേന്ന് പറഞ്ഞ് നമ്മൾ ആ മഞ്ഞ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട്. ഇനി നമ്മൾ ഇതൊരു നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് ടൈം എക്സ്ട്രാ വെച്ചേക്കാം. ഗ്യാസ് ഓഫ് ചെയ്തോളൂ, കാരണം വാട്ടർ ഓൾറെഡി നല്ല ചൂടാണ്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു 10-15-20 മിനിറ്റ് ആ വാട്ടറിൽ നല്ല പോലെ സോക്ക് ആവണം. ബിക്കോസ് സോക്ക് ആയാലേ നാച്ചുറൽ ഡൈ ആണ്, ഡൈ നമ്മുടെ ഡ്രസ്സിൽ നന്നായി പിടിക്കും. ലാസ്റ്റ് ടൈം സാരി വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മാക്സിമം ആയിട്ട് വന്ന കമൻ്റാണ്, ഈ കളർ പോകുമോ? നിങ്ങൾ ഫിക്സർ സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡൈ ഏത് വേണേലായിക്കോട്ടെ ആ ഡൈ പോവില്ല. അത് നോർമൽ വാട്ടറിലാണ് ഞാൻ, അതും കദം പക്ക രംഗിൻ്റെ തന്നെ ഫിക്സർ സൊല്യൂഷനാണ് ഞാൻ മിക്സ് ചെയ്യണേ. ഇതിപ്പോൾ എൻ്റെ നാച്ചുറൽ ഡൈ ആണേ പോലും ഞാൻ ആ ഫിക്സർ സൊല്യൂഷൻ ഉപയോഗിച്ച് എൻ്റെ ക്ലോത്ത് അതിലൊരു 10-15 മിനിറ്റ്സ്, ഇച്ചിരി അധികം ടൈം എടുത്താലും പ്രശ്നമൊന്നുമില്ല, സോക്ക് ചെയ്തിട്ടേ ഞാൻ അത് വാഷ് ചെയ്യാൻ കൊണ്ടുപോകും. ഇനി ഞാൻ ഫിക്സർ സൊല്യൂഷനിൽ നിന്ന് പയ്യെ ഒന്ന് സ്ക്വീസ് ചെയ്ത് എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ റബ്ബർ ബാൻഡ്സ് മാറ്റുകയാണ്. റബ്ബർ ബാൻഡ്സ് മാറ്റുമ്പം തന്നെ നമുക്കറിയാം ഏകദേശം കളറൊക്കെ പാറ്റേൺ വന്നിട്ടുണ്ട്. ടീഷർട്ടിൻ്റെയും ഞാൻ റബ്ബർ ബാൻഡ് മാറ്റുകയാണ്. മാറ്റിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യണ പോലെ നാച്ചുറൽ ഡൈ ആയതിനാൽ ഇതാ കളർ ഏകദേശം വന്നിരിക്കുന്നു കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് ആണ് ഫൈനൽ റിസൾട്ട് കാണാൻ കേട്ടോ. ഇനി നമ്മൾ ആസ് യൂഷ്വൽ റണ്ണിങ് വാട്ടറിൽ നല്ല പോലെ വാഷ് ചെയ്തിടും. ഇതാണ് അപ്പം നമ്മുടെ ഫൈനലായിട്ടില്ല ഈ മഞ്ഞ നിറം കൊണ്ടുള്ള ഔട്ട്പുട്ട്. ഇനിയാണ് ഞാൻ പറയാൻ പോണേ എന്തുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞ അവിടെ ലിമിറ്റ് ചെയ്തത്. വേറൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മുടെ വീട്ടിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് ആ സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ടീഷർട്ടിനെ റൗണ്ട് ചെയ്ത് വിടുക. വെറുതെ ഒന്നും കാട്ടേണ്ട, നമ്മൾ ആരും ഇതിൽ എക്സ്പേർട്ട് അല്ല. സോ ഡു ഇറ്റ് വെരി കെയർഫുള്ളി. സോ നമ്മൾ ആ കറങ്ങുന്ന പാറ്റേൺ, ഫോർക്ക് വെച്ച് കറങ്ങുന്ന പാറ്റേണിലേക്ക് തന്നെ നമ്മുടെ ടീഷർട്ട് വളരെ സൂക്ഷിച്ചു തന്നെ ചെയ്യുക. എന്നിട്ട് സൂക്ഷിച്ച് തന്നെ അത് കയ്യിൽ പിടിക്കുക, ബിക്കോസ് താഴേന്ന് ഊർന്ന് പോകില്ല. ഇനി അത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ നമ്മൾ 4 റബ്ബർ ബാൻഡാണ് ഉപയോഗിക്കാൻ പോണേ. ഒന്ന് വെർട്ടിക്കൽ, ഒന്ന് ഹൊറിസോണ്ടൽ, ഒന്ന് 2 ഡയഗണൽ. സോ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് പാറ്റേൺ ഈ ഡൈക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതായത് ഇത്തവണ നമ്മൾ 2 കളേഴ്സാണ്. ഒന്ന് നമ്മൾ നാച്ചുറൽ ഡൈ ഇട്ട്, അടുത്ത നമ്മുടെ കദം പക്ക രംഗം കൊണ്ടുള്ള കളർ കോമ്പിനേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോളൂട്ടിയുടെ കുർത്തി ആയതുകൊണ്ട് അതായത് ഒരു
എത്തനിക് ഔട്ട്ഫിറ്റാണ്. അപ്പം അതിനാൽ ഞാൻ മറ്റേ ഫോർക്ക് ഉപയോഗിച്ചുള്ള പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ടൈ ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് മുഴുവൻ ഒരു മഞ്ഞക്കിളി പോലെ തോന്നണ്ട, പകരം അതിൽ വൈറ്റും നിൽക്കണം, യെല്ലോയും ആകണം. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ആ കളറും ഇതിൻ്റെ അകത്ത് വരണം. സോ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പും അതിൻ്റെ ബോട്ടം മീൻസ് അതിൻ്റെ അപ്പർ സൈഡും ലോവർ സൈഡും ഞാൻ റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്യുകയാണ്. സോ ദാറ്റ് എനിക്ക് ഈസിലി എനിക്ക് ഡൈ ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ ഒരു വക്രബുദ്ധിയാണ്. ഞാനപ്പം അത് ഫോൾഡ് ചെയ്യണ്ടോ അല്ലെ, ഇതിങ്ങനെ തുറന്നു പോകും. കാരണം നമ്മൾ ഇത് ഫുൾ ആ കളർ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാ കളറും വേണം. ഇതിലെ വൈറ്റ് വേണം, യെല്ലോ വേണം, ഇനി എടുക്കാൻ പോകുന്ന ആ ഒരു കളറും വേണം. ഏതായാലും അവൾ എനിക്ക് തന്ന ഒരു പണിയല്ലേ, അപ്പം അവൾക്കും ഒരു പണി ഇരിക്കട്ടെ. അപ്പം മോളൂട്ടിയുണ്ട് നൈസായിട്ട് ഒരു അറ്റം പിടിക്കാൻ പറഞ്ഞു. അറ്റം പിടിക്കാൻ പറഞ്ഞതിന് കാരണം വേറെ ഒന്നുമല്ല, ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇടാന്ന് ഓർത്ത്. അപ്പം അതാവുമ്പോൾ സ്മൂത്തായിട്ട് ആ പാത്രത്തിൻ്റെ അകത്ത് കിടന്നോളൂ എന്ന് ഓർത്ത്. അപ്പം ഞാനിത് ഇങ്ങനെ പിരിച്ച് എല്ലായിടത്തും ഇതിൻ്റെ നൂലൊന്ന് കെട്ടി ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്യും. ആസ് യൂഷ്വൽ നമ്മൾ പ്രോസസ്സ് മുഴുവൻ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഈ കളർ നിങ്ങൾക്ക് പരിചയമുണ്ട്. അതെ, ഇത് കദം പക്ക റങ്ങിൻ്റെ സൺസെറ്റ് ഓറഞ്ച്. ലാസ്റ്റ് ടൈം ഞാൻ സെറ്റ് സാരി ചെയ്ത അതേ കളറാണ്. ഇനി ഞാൻ ആ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നത് പ്രോസസ്സ് മുഴുവൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഉപ്പിട്ടു, നമ്മൾ കളർ ഇട്ടു. ഇനി നമ്മുടെ ഡൈ ചെയ്യേണ്ട കോസ്റ്റ്യൂം അല്ലെങ്കിൽ ആ ഡ്രസ്സ് മെറ്റീരിയൽ നമ്മൾ അങ്ങ് ഇടുകയാണ്. നിങ്ങളും സൂപ്പർ എക്സൈറ്റഡ് അല്ലേ ഇതിൻ്റെ ഔട്ട്കം കാണാൻ? ഇതാണ് കിഡു ടീഷർട്ടും എത്തനിക് ഔട്ട്ഫിറ്റും റെഡിയാക്കിയിട്ടുണ്ട്. എത്തനിക് മറ്റേ ടീഷർട്ടിൽ നോക്കിയാൽ അറിയാം, ആ മഞ്ഞ നിറവും ഓറഞ്ചും പെർഫെക്റ്റ് ആയിട്ട് വന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫോൾഡിങ് മെത്തേഡ്. നമ്മുടെ ആ ഫോൾഡിങ് മെത്തേഡ് കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പുറ സൈഡിൽ എത്തനിക്കിൽ വൈറ്റ്, ഓറഞ്ച്, യെല്ലോ 3 കളറും നമ്മൾ നിലനിർത്തി. നമ്മൾ സക്സസ്ഫുൾ ആയി ഗൈസ്. പ്ലീസ് ഡു ട്രൈ ഇറ്റ്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രൈ ചെയ്യണം. വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.